Hi dear students, welcome back to Alex E Academy. അപ്പോൾ ഈ ഒരു വീഡിയോ CE302 ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സിൻ്റെ അവസാനത്തെ വീഡിയോ ആണ്. അപ്പോൾ ഓവറോൾ നമ്മൾ സബ്ജക്റ്റ് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ DH ഓരോ ക്വസ്റ്റ്യൻ്റെയും, അതായത് തിയറി ക്വസ്റ്റ്യൻ വരും, നമുക്ക് ഡിസൈൻസ് വരും, ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരും, പിന്നെ പാർട്ട് ബിയിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസൈനും ഡ്രോയിങ്ങും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസൊക്കെ ഏതൊക്കെ രീതിയിലാണ്, ആ ഒരു പോയിൻ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഒരു ആൻസർ കീയും വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണ്. അപ്പോൾ നിങ്ങളിത് ഇതിനകത്തൊന്നും പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് കേട്ടിരുന്നാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. നമ്മൾ എഴുതുന്ന ഡിസൈൻസ് ഏതൊക്കെ സ്റ്റെപ്പിന് ഏതൊക്കെ മാർക്ക് കിട്ടും, ഡ്രോയിങ് വരക്കുമ്പോൾ ഏതൊക്കെ മാർക്കാണ് നമുക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത്, ആ ഒരു ഐഡിയ മാത്രമേ ഇതിനകത്ത് കിട്ടത്തുള്ളൂ. അല്ലാതെ ഇതിൻ്റെ അകത്ത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലെക്ചേഴ്സ് ഒന്നും പറയുന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഓവറോൾ വ്യൂ, നമുക്ക് എഴുതുന്ന എക്സാംസിന് നമുക്ക് എങ്ങനെയൊക്കെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് എന്നുള്ളൊരു ഓവറോൾ വ്യൂ മാത്രമാണ് ഈ ഒരു ലെക്ചറിൽ ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെപ്റ്റംബർ 2020 ലാസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ്. ടോട്ടൽ ശരിക്കും 4 hours ആണ്, 100 മാർക്സിൻ്റെ എക്സാമാണ്. ഇപ്പോൾ ഏതാണെങ്കിലും എക്സാമിന് 3 മണിക്കൂർ 70 മാർക്സിനാണ് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം യൂസ് ഓഫ് കോസ്റ്റ്ലാസ് ചാർട്ട് ആർ പെർമിറ്റഡ് ഇൻ ദ എക്സാം ഹോൾ. അപ്പോൾ കോസ്റ്റ്ലാസ് ചാർട്ട് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കോസ്റ്റ്ലാസ് ചാർട്ട് പെർമിറ്റഡ് ആണെന്ന് നമുക്ക് അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. അസ്യൂം സ്യൂട്ടബിൾ ഡാറ്റ വേറെവർ നെസറി. ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഡാറ്റ നമുക്ക് തന്നിട്ടില്ല എങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ അതിനകത്ത് അലവബിൾ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് നമ്മൾ അസ്യൂം ചെയ്തായിരുന്നു, ആ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ. അപ്പോൾ അതേപോലത്തെ ഡീറ്റെയിൽസ് നമുക്ക് അസ്യൂം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പാർട്ട് എ എന്ന് പറയുമ്പോൾ മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതിൻ്റെ അകത്ത് 3 സബ് പാർട്ടുണ്ട്, ABC. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻസ് കോസ്റ്റ്ലാസ് തിയറി ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, 6 മാർക്കാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ കമ്പോണൻസ് ഓഫ് അൺലൈൻഡ് കനാൽ സെക്ഷൻ വിത്ത് സ്കെച്ച്, 5 മാർക്കാണ്. എക്സ്പ്ലെയിൻ ദ കോസസ് ഓഫ് ഫെയിലിയർ ഓഫ് വെയേഴ്സ് ഓൺ പെർമിയബിൾ സോയിൽ, 2 മാർക്ക്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് അതിൻ്റെ നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കോസ്റ്റ്ലാസ് തിയറി ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞേക്കുന്നത് സമ്മറി ഓഫ് തിയറി, ആ തിയറിയുടെ ഓവറോൾ സമ്മറി എഴുതുന്നതിന് 3 മാർക്ക്. ഇനി അതിൻ്റെ അകത്ത് 3 കറക്ഷൻസ് ഉണ്ട്. കോസ്റ്റ്ലാസ് തിയറിയിൽ 3 കറക്ഷൻസ് ഉണ്ട്. ഓരോ കറക്ഷനും എഴുതുന്നതിന് 3 മാർക്ക്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോസ്റ്റ്ലാസ് തിയറിയുടെ ഓവറോൾ റിവ്യൂ എഴുതിയാൽ മതി, 3 മാർക്ക് അതിന് മാത്രമാണ്. ഇനി 3 കറക്ഷൻ, ഒരു കറക്ഷൻ എഴുതി അതിൻ്റെ ഇക്വേഷൻ എഴുതുന്നതിന് 1 മാർക്ക്. അങ്ങനെ ഓവറോൾ നിങ്ങൾക്ക് 6 മാർക്കാണ് കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് ക്രോസ് സെക്ഷൻ ഓഫ് എ കനാലാണ്. അപ്പോൾ ഫിഗർ ഓഫ് ക്രോസ് സെക്ഷൻ, അൺലൈൻഡ് കനാലിൻ്റെ സെക്ഷൻ വരക്കുന്ന ഫിഗർ നീറ്റായിട്ട് വരച്ച് പാർട്സ് മാർക്ക് ചെയ്യുന്നതിന് 2 മാർക്കും. എക്സ്പ്ലനേഷൻ ഓഫ് കമ്പോണൻസ്, അതിൻ്റെ അകത്തുള്ള കമ്പോണൻസ് നമ്മൾ എഴുതിയിട്ട് അതെന്തൊക്കെയാണെന്നുള്ള ഒരു വരിയിൽ എഴുതുക, അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്നാണ് 3 മാർക്ക് വരുന്നത്. അങ്ങനെ ടോട്ടൽ 5 മാർക്കാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ വരുന്നത്. ഇനി അടുത്തത് കോസസ് ഓഫ് ഫെയിലിയർ ഓഫ് വെയർ, കോസസ് ഡ്യൂ ടു സബ് സർഫസ് ഫ്ലോ, കോസസ് ഡ്യൂ ടു സർഫസ് ഫ്ലോ. അങ്ങനെ 2 രീതിയിലാണ് നമ്മൾ വെയറിൻ്റെ കോസസ് ഓഫ് ഫെയിലിയറിൽ പറയുന്നത്. അപ്പോൾ കോസ് ഡ്യൂ ടു സബ് സർഫസ് ഫ്ലോയും ഉണ്ട്, കോസ് ഡ്യൂ ടു സർഫസ് ഫ്ലോയും ഉണ്ട്. അപ്പോൾ ആ 2 രീതിയിൽ പൈപ്പിക് ഫെയിലിയറും സ്ട്രക്ചറൽ ഫെയിലിയറൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അത് ഓരോന്നെ എഴുതുന്നതിന് 2 മാർക്സ്, അങ്ങനെ 4 മാർക്കാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനായിട്ട് വരുന്നത്. ഓക്കെ, ഞാൻ എല്ലാം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഓവറോൾ ഐഡിയ കിട്ടുന്ന രീതിയിൽ പറഞ്ഞങ്ങ് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അത് എയും ഉണ്ട് ബിയും ഉണ്ട്. അതിൽ ചോദിച്ചേക്കുന്നത് എന്താണ്, ഡിസൈൻ ദ സ്ട്രക്ചർ ബിൽട്ട് ഓൺ ഫൈൻ സാൻഡ് ഹാസ് ദ ഫോളോയിങ് ഡീറ്റെയിൽ, ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് തിക്നെസ്. അപ്പോൾ ഇതൊരു ബ്ലൈറ്റ്സ് തിയറി യൂസ് ചെയ്ത് സോൾവ് ചെയ്യേണ്ട പ്രോബ്ലമാണ്. 6 മാർക്കാണ് അതിൻ്റെ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. അടുത്ത അതിൻ്റെ ബി ആയിട്ട് ചോദിച്ചേക്കുന്നത് കമ്പയർ കെനഡീസ് തിയറി ആൻഡ് ലേസീസ് തിയറി ഫോർ ഡിസൈൻ ഓഫ് കനാൽ ത്രൂ അലൂവിയൽ സോയിൽ, 4 മാർക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിൻ്റെ എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ഡിറ്റർമൈൻ ദ ആവറേജ് ഹൈഡ്രോളിക് ഗ്രേഡിയൻ, ഹൈഡ്രോളിക് ഗ്രേഡിയൻ കണ്ടുപിടിക്കണം. അപ്ലിഫ്റ്റ് പ്രഷർ അറ്റ് എ പോയിന്റ് എ ബി, 2 പോയിന്റിലുള്ള അപ്ലിഫ്റ്റ് പ്രഷർ കണ്ടുപിടിക്കണം. കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ തിക്നെസ്സും കണ്ടുപിടിക്കണം. അപ്പോൾ അത് മൊത്തത്തിലാണ് നമുക്ക് 6 മാർക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആ ഫിഗർ തന്നേക്കുന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഫിഗർ വരക്കുന്നതിന് 1 മാർക്ക്. ഓക്കെ, ആവറേജ് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 മാർക്ക് കിട്ടും. ഇനി അടുത്ത 2 പോയിന്റ് ഉണ്ട്, എയും ബിയും. ആ പോയിന്റ് എയിലുള്ള അപ്ലിഫ്റ്റ് പ്രഷറും തിക്നെസ്സും കാൽക്കുലേറ്റ് ചെയ്യുന്ന 2 മാർക്ക്. അപ്പോൾ അതിന് ആൻസർ ഇവിടെ എഴുതിയിട്ടുണ്ട്.
അപ്പോൾ അപ്ലിഫ്റ്റ് പ്രഷർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ക്രീപ്പ് ലെങ്ത് കണ്ടുപിടിക്കണം, അൺബാലൻസ്ഡ് ഹെഡ് കണ്ടുപിടിക്കണം, അപ്ലിഫ്റ്റ് പ്രഷർ, തിക്നെസ്. അങ്ങനെ ഈ 4 വാല്യൂ കറക്റ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് വരും എ എന്ന് പറയുന്ന പോയിന്റിന്. സിമിലർലി അറ്റ് ബി എന്ന് പറഞ്ഞാൽ 20 മീറ്റർ ആണ്, 20 മീറ്റർ ഡിസ്റ്റൻസിലുള്ളതാണ് ബി. അവിടുത്തെ ക്രീപ്പ് ലെങ്ത് വേണം, അൺബാലൻസ്ഡ് ഹെഡ് വേണം, അപ്ലിഫ്റ്റ് പ്രഷർ വേണം, തിക്നെസ് വേണം. അപ്പോൾ ക്രീപ്പ് ലെങ്ത്, അൺബാലൻസ്ഡ് ഹെഡ്, അപ്ലിഫ്റ്റ് പ്രഷർ, തിക്നെസ്, ഈ 4 വാല്യൂ കറക്റ്റായിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഓവറോൾ നിങ്ങൾക്ക് 6 മാർക്സ് ആണ് ആ ഒരു പ്രോബ്ലത്തിന് വരുന്നത്. ഇനി അടുത്ത കെനഡീസ് തിയറിയും ലേസീസ് തിയറിയും നമ്മുടെ ഡിഫറൻസ് ആണ്. ഏതെങ്കിലും 4 ഡിഫറൻസ് എഴുതുക, 4 മാർക്ക് കിട്ടും. അപ്പോൾ കെനഡീസ് തിയറിയും ലേസീസ് തിയറിയും തമ്മിലുള്ള ഓരോ ഡിഫറൻസിനും ഓരോ മാർക്ക് വെച്ചിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഒരു സി ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അതിൻ്റെ സി ക്വസ്റ്റ്യനായിട്ട് വരുന്നത് എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കനാൽ ഫോൾ. 5 മാർക്കാണ് വരുന്നത്. കനാൽ ഫോളിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് കനാൽ ഫോൾ 1 മാർക്കാണ്. ഇനി 4 ടൈപ്സ് 1 മാർക്ക് ഈച്ച്. കനാൽ ഫോളിൻ്റെ ഡെഫിനീഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. ഏതെങ്കിലും 4 ടൈപ്സിനെ പറ്റി എഴുതിയാൽ മതി. ഏതെങ്കിലും 4 ടൈപ്സിനെ പറ്റി ഓരോ മാർക്കിന് എഴുതിയാൽ മതി. അപ്പോൾ മെയിനായിട്ട് അതിൻ്റെ ഹെഡിങ് എഴുതിയിട്ട് അതിൻ്റെ ഫിഗറും ഒരു ലൈൻ എക്സ്പ്ലനേഷനും മാത്രം മതി. കറസ്പോണ്ടിങ് നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് വരുന്നത് എ ബി സി ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ എ ആയിട്ട് ചോദിച്ചേക്കുന്നത് ലേസീസ് തിയറി വെച്ചിട്ട് ഒരു ചാനൽ ഡിസൈൻ ചെയ്യാനാണ്. റജീം ചാനൽ, ഡിസ്ചാർജ് വന്നിട്ടുണ്ട്, സൈഡ് സ്ലോപ്പ് വന്നിട്ടുണ്ട്, സിൽറ്റ് ഫാക്ടർ വന്നിട്ടുണ്ട്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. എൻ്റെ ബി ആയിട്ട് വന്നിരിക്കുന്നത് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്വിഡക്റ്റ്. അക്വിഡക്റ്റിനെ പറ്റി എഴുതാനായിട്ടാണ് 4 മാർക്ക്. വാട്ട് ആർ ദ ജനറൽ കൺസിഡറേഷൻ ഓഫ് കനാൽ അലൈൻമെൻറ്റ്. കനാൽ അലൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ജനറൽ കൺസിഡറേഷൻ 5 മാർക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ആൻസർ കീ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കനാൽ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് മാർക്ക് വരുന്നത് നോക്കാം. വെലോസിറ്റി കണ്ടുപിടിക്കുക, ഏരിയ കണ്ടുപിടിക്കുക, വെറ്റഡ് പെരിമീറ്റർ കണ്ടുപിടിക്കുക, ഹൈഡ്രോളിക് മീൻ റേഡിയസ് കണ്ടുപിടിക്കുക. ഇത്രയും കണ്ടുപിടിക്കുന്നതിന് 3 മാർക്കാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മൊത്തത്തിൽ 6 മാർക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനിൽ വോളിയം, ഏരിയ, പെരിമീറ്റർ, ഹൈഡ്രോളിക് മീൻ റേഡിയസ് ഇതെല്ലാം കണ്ടുപിടിക്കുന്നതിനാണ് 3 മാർക്ക്. അതിൻ്റെ വാല്യൂസ് ഇവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കിയിട്ട് ഈ ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കാം. ഇനി അടുത്തത് ഫൈൻഡിങ് ബെഡ് വിഡ്ത്ത്, വാട്ടർ ഡെപ്ത്, ബിയും ഡിയും കണ്ടുപിടിക്കുക, സോൾവിങ് ഏരിയ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ. അപ്പോൾ അത് രണ്ടും സോൾവ് ചെയ്ത് ബിയും ഡിയും കിട്ടുന്നതിന് 2 മാർക്സ് ആണ്. അപ്പോൾ ബി നമുക്ക് കിട്ടുന്നത് 27.1ഉം ഡെപ്ത് നമുക്ക് കിട്ടുന്നത് 1.81 ആണ് കിട്ടുന്നത്. അതേപോലെ കാൽക്കുലേഷൻ ഓഫ് സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എഴുതി സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിന് 1 മാർക്കാണ് കിട്ടുന്നത്. 1 in 5333 ആണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ സ്പ്ലിറ്റ് അപ്പ് വരുന്നത് ഈ രീതിയിലാണ്. അടുത്തത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അക്യുഡക്റ്റിൻ്റെ ടൈപ്പ് ആയിരുന്നു ക്വസ്റ്റ്യൻ. അക്യുഡക്റ്റിൻ്റെ ടൈപ്പ്. അപ്പോൾ അക്യുഡക്റ്റ് നമുക്കറിയാം ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പാണുള്ളത്. അപ്പോൾ 3 ടൈപ്സ് എഴുതുന്നതിന് ഓരോ മാർക്ക് വെച്ച്. അപ്പോൾ ഓരോ ഹെഡിങ് എഴുതുന്നതിന് നമുക്ക് ഓരോ മാർക്ക് കിട്ടും. ഓരോന്നിൻ്റെയും ഫിഗറും വരക്കുക, അതിന് ഓരോ മാർക്ക് വെച്ച് വരും. അങ്ങനെ മൊത്തത്തിൽ 4 മാർക്കാണ്. ഓരോന്നിൻ്റെയും ഹെഡിങ്ങും അതിൻ്റെ ഫിഗറും മാത്രം പോയിൻ്റ് ഔട്ട് ചെയ്ത് പോവുക, നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. ഇനി അടുത്തത് കനാൽ അലൈൻമെൻറ്റിൻ്റെ കൺസിഡറേഷനാണ്. 5 മാർക്കാണ് ക്വസ്റ്റ്യൻ. 5 കൺസിഡറേഷൻസ് എഴുതുക, 5 പോയിൻ്റ് എഴുതുക, 5 മാർക്ക് കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ള പാർട്ട് ബി ക്വസ്റ്റ്യനാണ് വരുന്നത്. ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഡിസൈനെ ക്രോസ് ഡ്രെയിനേജ് വർക്ക് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പാർട്ട് ബിയിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ക്രോസ് ഡ്രെയിനേജ് വർക്കാണ് യൂഷ്വലി ചോദിക്കുന്നത്. ഈ ക്രോസ് ഡ്രെയിനേജ് വർക്ക് എന്ന് പറയുമ്പോൾ അക്യുഡക്റ്റും സൈഫൺ അക്യുഡക്റ്റുമാണ്. അപ്പോൾ ഒരിക്കലും ക്വസ്റ്റ്യനിൽ നേരിട്ട് ഡിസൈനെ അക്യുഡക്റ്റ്, ഡിസൈനെ സൈഫൺ അക്യുഡക്റ്റ് എന്ന് ചോദിക്കില്ല. ഡിസൈനെ ക്രോസ് ഡ്രെയിനേജ് വർക്ക് എന്ന് ചോദിക്കും. പിന്നെ എന്ത് ചെയ്യണം, അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ തന്നിട്ടുണ്ടാവും. കനാലിൻ്റെ ഡീറ്റെയിലും ഡ്രെയിനേജിൻ്റെ ഡീറ്റെയിലും ഒക്കെ തന്നിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് കനാലിൻ്റെ ബെഡ് ലെവൽ 191 ആണ്. ഇനി അടുത്തത് ഡ്രെയിനേജിൻ്റെ ഹൈ ഫ്ലഡ് ലെവൽ എവിടെ വരുന്നത് നോക്കുക. ഡ്രെയിനേജ് ഹൈ ഫ്ലഡ് ലെവൽ, അപ്പോൾ ഹൈ ഫ്ലഡ് ലെവൽ 189 ആണ്. അപ്പോൾ കനാലിൻ്റെ ബെഡ് ലെവൽ 191 മുകളിലും ഹൈ ഫ്ലഡ് ലെവൽ, ഡ്രെയിനേജിൻ്റെ ഹൈ ഫ്ലഡ് ലെവൽ എവിടെയാണ് 189 താഴെയാണ് വരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ടൈപ്പ് 1 ക്രോസ് ഡ്രെയിനേജ് വർക്കിൽ അക്യുഡക്റ്റ് ആണ് നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ക്രോസ് ഡ്രെയിനേജ് വർക്ക് ഏതാണെന്നുള്ള ഐഡൻറ്റിഫിക്കേഷനാണ് ഇമ്പോർട്ടൻറ്റ് എന്ന് വെച്ചാൽ അതിൽ മാർക്ക് കൂടുതലാണെന്നല്ല, ഈ ഐഡൻറ്റിഫിക്കേഷൻ തെറ്റിപ്പോയാൽ നമ്മുടെ ഡിസൈനും ഡ്രോയിങ്ങും കംപ്ലീറ്റ് തെറ്റായിരിക്കും. അപ്പോൾ ഈ ഐഡൻറ്റിഫിക്കേഷൻ സാധനം ഈ ഒരു ഫിഗർ വരച്ച് ഒരു 2-3 തവണ ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം സോൾവ് ചെയ്ത് നോക്കാൻ, അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന ആൻസർ എല്ലാം തെറ്റായിരിക്കും. പിന്നെ അതിൻ്റെ ബി ആയിട്ട് യൂസ് ചെയ്യുന്നത് ഹാഫ് പ്ലാനറ്റ് ടോപ്പ്, ഹാഫ് പ്ലാനറ്റ് ഫൗണ്ടേഷൻ വരക്കണം. പിന്നെ ഒരു സെക്ഷണൽ വ്യൂ, സെൻട്രൽ ലൈൻ വെച്ചിട്ട് ഒരു സെക്ഷണൽ വ്യൂവും വരക്കുക. അപ്പോൾ ഡിസൈൻ ചെയ്യുന്നതിന് 25 മാർക്സും
ഡ്രോയിങ് ചെയ്യുന്നതിന് 25 മാർക്സും ആണ്. ഇനി നമുക്ക് അതിൻ്റെ സ്പ്ലിറ്റ് അപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കേ, അക്യുഡക്റ്റ് ആണ് ഡിസൈൻ ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ 25 മാർക്കാണ് വരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് സെലക്ഷൻ ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്, ഈ അക്യുഡക്റ്റ് ആണോ സൈഫൺ അക്യുഡക്റ്റ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പിന് 2 മാർക്കാണ് വരുന്നത്. 25 മാർക്കിൽ 2 മാർക്ക് അവിടെ വരും. ഇനി അടുത്തത് ഡിസൈൻ ഓഫ് ഡ്രെയിനേജ് വാട്ടർവേ. ഡ്രെയിനേജ് വാട്ടർവേയുടെ ഡിസൈന് മൊത്തം 4 മാർക്ക്. കനാൽ വാട്ടർവേയുടെ ഡിസൈന് 2 മാർക്സ്. ഹെഡ് ലോസസ് കണ്ടുപിടിക്കുന്നു. ഹെഡ് ലോസസ് എന്ന് പറയുമ്പോൾ 4 സെക്ഷൻ എടുക്കണം. സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3, സെക്ഷൻ 4. ഓരോ സെക്ഷനിലെയും ബെഡ് ലെവൽ, വാട്ടർ ലെവൽ, ടോട്ടൽ എനർജി ലൈൻ ഇതെല്ലാം കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വിത്ത് സ്കെച്ച്, കണ്ടോ, വിത്ത് സ്കെച്ച് എഴുതിയാൽ 8+1 മാർക്ക്. 8+1 മാർക്ക് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കറക്റ്റായിട്ട് ഈ 3 ഡാറ്റയും 4 സെക്ഷനും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 8 മാർക്ക് കിട്ടും. അതായത് ഒരു സെക്ഷൻ 1-1ൽ നിങ്ങൾക്ക് ഈ 3 വാല്യൂ ബെഡ് ലെവൽ, വാട്ടർ ലെവൽ, ടോട്ടൽ എനർജി ലെവൽ കറക്റ്റ് ആണെങ്കിൽ 2 മാർക്ക് കിട്ടും. അടുത്ത സെക്ഷൻ ചെയ്യുമ്പോൾ 2 മാർക്ക് കിട്ടും. ഓരോ സെക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 8 മാർക്ക് കിട്ടും. ഇനി ഇതെല്ലാം ചെയ്തിട്ടുള്ള ഈ എല്ലാ റീഡിങ്സും വെച്ചിട്ടുള്ള ആ സ്കെച്ച് വരച്ച് കഴിഞ്ഞാൽ 1 മാർക്സ് കിട്ടും. ഓക്കെ. ഇനി അടുത്തത് കോൺട്രാക്ഷൻ ട്രാൻസിഷൻ ആൻഡ് എക്സ്പാൻഷൻ ട്രാൻസിഷൻ. കോൺട്രാക്ഷൻ, എക്സ്പാൻഷൻ, ട്രാൻസിഷൻ്റെ ഓരോ വാല്യൂസ് കറക്റ്റായിട്ട് പ്ലോട്ട് ചെയ്യുന്നതിന് 3 മാർക്സ്. അപ്പോൾ ഓരോ ട്രാൻസിഷനിലും മിനിമം 3 വാല്യൂ എങ്കിലും നിങ്ങൾ പ്ലോട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ട്രാൻസിഷൻ വരുന്നത്, ഇപ്പോൾ കോൺട്രാക്ഷൻ ട്രാൻസിഷൻ ആണ് ഇങ്ങനെ വരും. ഫസ്റ്റ് വാല്യൂ, സെക്കൻഡ് വാല്യൂ, തേർഡ് വാല്യൂ. ഇപ്പോൾ എൻഡ് വാല്യൂ നമുക്കറിയാം, സ്റ്റാർട്ടിംഗ് വാല്യൂ, സോറി ഇത് എക്സ്പാൻഷൻ ട്രാൻസിഷൻ ആണ്. കോൺട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഈ രീതിയിലായിരിക്കും. അപ്പോൾ ഫ്ലൂംഡ് വിഡ്ത്ത് ആണ് ഇവിടെ വരുന്നത്, ആക്ച്വൽ വിഡ്ത്ത് ആണ് ഇവിടെ വരുന്നത് BN. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മിനിമം ഇൻ്റർമീഡിയറ്റ് ആയിട്ട് 3 വാല്യൂ എങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടാവണം. മിനിമം 3 വാല്യൂ, 1, 2, 3. അതേപോലെ എക്സ്പാൻഷൻ ട്രാൻസിഷനിൽ അങ്ങനെ 3+3 മാർക്സ് ആണ് അവിടെ വരുന്നത്. ഇനി അടുത്തത് ലാസ്റ്റ് സ്റ്റെപ്പ് ട്രഫിൻ്റെ ഡിസൈനാണ്. ട്രഫിൻ്റെ ഡിസൈന് 2 മാർക്കാണ് വരുന്നത്. അപ്പോൾ ട്രഫിൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ ട്രഫിന് നമ്മൾ 2 കമ്പാർട്ട്മെൻ്റ് ആക്കി തിരിച്ചിട്ടുള്ള ആ ഫിഗറൊക്കെ കാണിക്കണം. അപ്പോൾ അക്യുഡക്റ്റ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഈ ഒരു സ്പ്ലിറ്റ് അപ്പ് ഈ രീതിയിൽ വരുന്നത്. സൈഫൺ അക്യുഡക്റ്റ് ആണെങ്കിൽ ഇതിൻ്റെ മാർക്ക് കുറച്ചുകൂടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടായിരിക്കും വരുന്നത്. കാരണം സൈഫൺ അക്യുഡക്റ്റിൽ ഒരു 10 സ്റ്റെപ്പോളം ഉണ്ട്. അപ്പോൾ അവിടെ വരുമ്പോൾ നമുക്ക് ഡ്രെയിനേജ് വാട്ടർവേ കണ്ടുപിടിക്കുന്നതിന് 2 മാർക്ക്, കനാൽ വാട്ടർവേ 2 മാർക്ക്, ഈ റെഡ്യൂസ് ലെവലൊക്കെ കണ്ടുപിടിക്കുന്നതിന് 4 മാർക്കായിരിക്കും. അതേപോലെ കോൺട്രാക്ഷൻ, എക്സ്പാൻഷൻ, ട്രാൻസിഷൻ എന്നൊക്കെ പറയുമ്പോൾ 1.5 മാർക്കൊക്കെ ആയിരിക്കും. ബാക്കി നമുക്ക് സീപ്പേജ് ഹെഡും അതൊക്കെ കണ്ടുപിടിക്കുന്നതിനായിരിക്കും 2 മാർക്കും 3 മാർക്കൊക്കെ വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ അക്യുഡക്റ്റിൻ്റെ സ്പ്ലിറ്റ് അപ്പ് ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ എല്ലാം വൃത്തിക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് പടം വരെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 25 മാർക്സും കിട്ടത്തുള്ളൂ. ഇനി അടുത്ത ഡ്രോയിങ്ങിൻ്റെ സ്പ്ലിറ്റ് നോക്കാം. അപ്പോൾ പാർട്ട് ബിയിൽ ഹാഫ് പ്ലാനറ്റ് ടോപ്പും ഹാഫ് പ്ലാനറ്റ് ഫൗണ്ടേഷനുമാണ് വരക്കേണ്ടത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ അകത്ത് നോക്കിക്കേ, 15 മാർക്കാണ് നമുക്ക് ഈ ഫിഗർ വരക്കാൻ വേണ്ടിയിട്ട് തരുന്നത്. 15 മാർക്ക്, അതായത് പ്ലാൻ വരക്കാനായിട്ട് നമുക്ക് 15 മാർക്ക് കിട്ടും. അപ്പോൾ മൊത്തം 25 മാർക്കിൽ ഹാഫ് പ്ലാനറ്റ് ടോപ്പും ഹാഫ് പ്ലാനറ്റ് ഫൗണ്ടേഷനും വരക്കുമ്പോൾ 15 കിട്ടും. സെക്ഷണൽ വ്യൂ വരക്കുമ്പോൾ നമുക്ക് 10 മാർക്ക് കിട്ടും. ഈ 15 മാർക്കിൻ്റെ സ്പ്ലിറ്റ് അപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. 15 മാർക്കിൽ 4 മാർക്ക് ഫോർ ഡയമെൻഷനിങ് ആൻഡ് ഡീറ്റെയിലിംഗ് ആണ്. നമ്മുടെ ഫിഗർ കറക്റ്റായിട്ട് വരച്ച് അതിൻ്റെ അകത്ത് നമ്മൾ കറക്റ്റായിട്ട് ഡയമെൻഷൻ ഡീറ്റെയിലിംഗ് ചെയ്യുന്നതിനാണ് ഈ ഇതിൻ്റെ അകത്ത് വരുന്ന 4 മാർക്ക് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം ഇതാണ്, നമ്മൾ പടത്തിൻ്റെ ക്ലാരിറ്റി, നീറ്റ്നെസ്, വൃത്തി, ക്ലാരിറ്റിക്ക് നമുക്ക് 2 മാർക്ക് വരും. ഓരോ മാർക്ക് വെച്ച് അതിൻ്റെ ക്ലാരിറ്റിക്കും വൃത്തിക്കും വരും. പിന്നെ നമുക്ക് വരുന്നത് 4 മാർക്ക്, അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡയമെൻഷൻസും ഡീറ്റെയിലിംഗ് ഒക്കെ കറക്റ്റായിട്ട് ആ ഫിഗറിൽ മാർക്ക് ചെയ്യുന്നതിനാണ് 4 മാർക്ക് വരുന്നത്. അപ്പോൾ 4ഉം 2ഉം 6 മാർക്കാണ് നമുക്ക് മാർക്കിങ്സിന് വരുന്നത്. കറക്റ്റായിട്ട് ആ പടത്തിൻ്റെ ഓരോ ഡയമെൻഷൻസും ഡീറ്റെയിലിങ്സ് ഒക്കെ മാർക്ക് ചെയ്യുന്നതിനും പടത്തിൻ്റെ ക്ലാരിറ്റിക്കും നീറ്റ്നെസ്സിനും കൂടിയൊക്കെ ആയിട്ട് നമുക്ക് ഓവറോൾ ഒരു 6 മാർക്ക് കിട്ടും. ബാക്കിയുള്ള 9 മാർക്ക് നമ്മൾ ആ ഫിഗർ വരക്കുന്നതിനാണ്. ഫിഗറിൻ്റെ അകത്തുള്ള ഓരോ കമ്പോണൻസും കറക്റ്റായിട്ട് വരക്കുന്നതിന് 9 മാർക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ കറക്റ്റായിട്ട് ഫിഗർ വരച്ചേക്കുക വൃത്തിയായിട്ട്. ഇനി അടുത്ത സെക്ഷണൽ വ്യൂ വരക്കുമ്പോഴും ഇതേപോലെയാണ്. മൊത്തം 10 മാർക്കാണ് വരുന്നത്. അതിൻ്റെ അകത്ത് 1 മാർക്ക് നമുക്ക് ക്ലാരിറ്റി, നീറ്റ്നെസ്സിന് കിട്ടും. വൃത്തിയായിട്ട് ക്ലാരിറ്റിയിൽ വരക്കുന്നതിന് 1 മാർക്ക് കിട്ടും. 4 മാർക്ക് അതിൻ്റെ അകത്തുള്ള ഡയമെൻഷനിങ്, ഡീറ്റെയിലിംഗ് ആണ്. ആ ഫിഗറിൻ്റെ അകത്തുള്ള ഡയമെൻഷനും ഡീറ്റെയിലും ചെയ്യുമ്പോൾ നമുക്ക് 4 മാർക്ക് കിട്ടും. അപ്പോൾ 5 മാർക്ക് നമുക്ക് ഈ 10ൽ 5 മാർക്ക് നമുക്ക് അതിൻ്റെ മാർക്കിങ്സും ക്ലാരിറ്റി, വൃത്തിക്കാണ് വരുന്നത്. ബാക്കിയുള്ള 5 മാർക്ക് നമ്മൾ ഈ ഒരു ഫിഗർ വരക്കുന്നതിനാണ്. ഫിഗർ കറക്റ്റായിട്ട് എല്ലാ പാർട്സും വെച്ച് വരക്കുന്നതിന് 5 മാർക്ക്. ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു നോട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മാർക്സ് ഫോർ ഡ്രോയിങ് ഷുഡ് നോട്ട് ബി അവോർഡഡ് ഷുഡ് ബി ഇൻ പ്രൊപ്പോർഷൻ ടു ദ സ്കോർ ഓഫ് ഡിസൈൻ. അതായത് ഡിസൈൻ ചെയ്തിട്ടുള്ള പാർട്സിൻ്റെ ഡ്രോയിങ് വരക്കുന്നതിനെ നിങ്ങൾക്ക് മാർക്കുള്ളൂ. നോ ക്രെഡിറ്റ് ഫോർ ഡ്രോയിങ് വിത്തൗട്ട് ഡിസൈൻ. അപ്പോൾ നിങ്ങൾ ഡിസൈൻ തെറ്റിച്ചെഴുതി അല്ലെങ്കിൽ ഡിസൈൻ പകുതി ചെയ്തിട്ട് മുഴുവൻ പടം വരച്ച് വെച്ചാലും നിങ്ങൾക്ക് ആ ഡ്രോയിങ്ങിൻ്റെ മുഴുവൻ മാർക്ക് കിട്ടില്ല. മാക്സിമം 10 മാർക്സ് ഫോർ ഡ്രോയിങ് സിമ്പിൾ പ്ലാൻ ഇൻസ്റ്റെഡ് ഓഫ് ഹാഫ് സെക്ഷണൽ പ്ലാൻ.
അപ്പോൾ ഹാഫായിട്ടല്ല നിങ്ങൾ പ്ലാൻ വരച്ചേക്കുന്നത്, സിമ്പിളായിട്ടുള്ള പ്ലാൻ ടോപ്പ് വ്യൂ മാത്രമേ വരച്ചിട്ടുള്ളെങ്കിൽ അതിനകത്ത് മാക്സിമം 10 മാർക്കേ കിട്ടത്തുള്ളൂ. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമുക്കറിയാം ഹാഫ് ഫൗണ്ടേഷൻ ഹാഫ് ടോപ്പ് പ്ലാനാണ് ചോദിക്കുന്നത്, മൊത്തം 15 മാർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഡീറ്റെയിൽ വരക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ നമ്മൾ സാധാ പടമായിരിക്കും വരക്കുന്നത്, അപ്പോൾ അതിനാണെങ്കിൽ 10 മാർക്കേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക, ഡിസൈൻ ചെയ്യാതെ വരക്കുന്ന ഡ്രോയിങ്സ് വാല്യൂ ചെയ്യത്തില്ല. ഇനി അടുത്തത് നമുക്ക് ആ രണ്ടാമത്തെ ഡിസൈൻ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. സ്പീഡിൽ പറഞ്ഞു പോകാം. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചേക്കുന്നത് സർദാഫോളാണ്. അപ്പോൾ സർദാഫോളൊക്കെ ആണെങ്കിൽ എടുത്ത് പറയും, ഡിസൈൻ സർദാഫോൾ എന്ന് പറയും, ഡ്രോപ്പ് തന്നിട്ടുണ്ട്, മറ്റ് ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. ഇവിടെയും ഹാഫ് പ്ലാനറ്റ് ടോപ്പും സെക്ഷണൽ പ്ലാനുമാണ് വരക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിങ്സ് സ്പ്ലിറ്റപ്പ് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ലെങ്ത് ഓഫ് ക്രസ്റ്റ് കണ്ടുപിടിച്ചാൽ 1 മാർക്ക് കിട്ടും. റെഡ്യൂസ് ലെവൽ ഓഫ് ക്രസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ 2 മാർക്ക് കിട്ടും. പ്രൊഫൈൽ അല്ലെങ്കിൽ ഷേപ്പ് ഓഫ് ക്രസ്റ്റ് 2 മാർക്ക് കിട്ടും. ഡിസൈൻ ഓഫ് സിസ്റ്റേൺ, അതായത് ലെങ്ത്തും അതിൻ്റെ ഡെപ്തും കണ്ടുപിടിക്കുന്നതിന് 2+2 മാർക്സ് ആണ്. അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം കട്ട് ഓഫ് 1 മാർക്ക് വെച്ച് കിട്ടും. മാക്സിമം സീപ്പേജ് ഹെഡ് കണ്ടുപിടിക്കുന്നതിന് 1 മാർക്കാണ്. കോമ്പ്യൂട്ടേഷൻ ഓഫ് ഫ്ലോർ ലെങ്ത് ആൻഡ് ലെങ്ത് ആൻഡ് പ്രൊപ്പോർഷൻ ഫോർ സ്യൂട്ടബിൾ എക്സിറ്റ് ഗ്രേഡിയൻറ്റ് 3 മാർക്കാണ് വരുന്നത്. പിന്നെ അപ്ലിഫ്റ്റ് പ്രഷർ കോമ്പ്യൂട്ടേഷൻ ആൻഡ് തിക്നെസ് ഓഫ് ക്രിട്ടിക്കൽ സെക്ഷൻ, അപ്ലിഫ്റ്റ് പ്രഷറും തിക്നെസ്സും കണ്ടുപിടിക്കുന്നതിന് 4 മാർക്കാണ് വരുന്നത്. സ്ട്രീം പ്രൊട്ടക്ഷൻ വർക്ക്, അതായത് ബ്രിക്ക് പിച്ചിങ്ങും കർട്ടൈൻ വാളും ചെയ്യുന്നതിന് 3 മാർക്കാണ്. ഡൗൺ സ്ട്രീം പ്രൊട്ടക്ഷൻ വർക്ക്, അതായത് ബെഡ് പിച്ചിങ്ങും സൈഡ് വിങ് വാൾസും അതൊക്കെ ചെയ്യുന്നതിന് 2 മാർക്സാണ്. ഇനി അടുത്ത ഫ്രിക്ഷൻ ബ്ലോക്കും ക്യൂബ് ബ്ലോക്സും പ്രൊവൈഡ് ചെയ്യുന്നതിന് 2 മാർക്കാണ്, എനർജി ഡെസിപ്പിയേറ്ററായിട്ട്. അപ്പോൾ ഓരോ സ്റ്റെപ്പിനും അതിൻ്റേതായിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും വരുന്നുണ്ട്. ഇനി അടുത്തത് ഹാഫ് പ്ലാനറ്റ് ടോപ്പും ഹാഫ് പ്ലാനറ്റ് ഫൗണ്ടേഷനുമാണ്. നേരത്തെ പറഞ്ഞ പോലെ 15 മാർക്കാണ്. 4 മാർക്ക് അതിൻ്റെ ഡയമെൻഷനിങ്ങും ഡീറ്റെയിലിംഗ്, 1 മാർക്ക് അതിൻ്റെ ക്ലാരിറ്റിക്കുമാണ് വരുന്നത്. ഇനി അടുത്ത സെക്ഷണൽ വ്യൂവിന് 10 മാർക്കാണ്. 4 മാർക്ക് അതിൻ്റെ ഡയമെൻഷനിങ്, 1 മാർക്ക് ക്ലാരിറ്റിക്കുമാണ് വരുന്നത്. ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം, നോ ക്രെഡിറ്റ് ഫോർ ഡ്രോയിങ് വിത്തൗട്ട് ഡിസൈൻ. അതായത് ഡിസൈൻ ചെയ്യാതെ വരച്ചു വെച്ചേക്കുന്ന ഏതെങ്കിലും പാർട്ട് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ ആദ്യം പകുതി ഡിസൈൻ ചെയ്തിട്ട് മുഴുവൻ പടം വരച്ചു വെച്ചാലും ആ ഡിസൈൻ ചെയ്ത് വെച്ചത്രയുള്ള ഫിഗറിനെ മാർക്ക് തരാനുള്ള പെർമിഷനുള്ളൂ. ഇത്രയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഇനി നമുക്ക് പാർട്ട് സിയിലേക്ക് പോകാം. പാർട്ട് സിയിൽ നമ്മളോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ്, പാർട്ട് സി ഇതാണ്. പാർട്ട് സിയിലെ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ABC, എക്സ്പ്ലെയിൻ ചൂട് സ്പിൽവേ സൈഡ് ചാനൽ സ്പിൽവേ 4 മാർക്കാണ്. എക്സ്പ്ലെയിൻ ഫോഴ്സസ് ആക്ടിംഗ് ഓൺ ഗ്രാവിറ്റി ഡാം 2 മാർക്കാണ്. വാട്ട് ഈസ് സ്റ്റില്ലിംഗ് ബേസിൻ, എക്സ്പ്ലെയിൻ ടൈപ്പ് 1 ടൈപ്പ് 2 4 മാർക്കാണ്. അപ്പോൾ അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ചൂട് സ്പിൽവേ വിത്ത് ഫിഗർ ആൻഡ് എക്സ്പ്ലനേഷൻ 2 മാർക്ക്. സൈഡ് ചാനൽ സ്പിൽവേ ഫിഗറും 2 സെൻറ്റൻസ് എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക്. അങ്ങനെ ടോട്ടൽ 4 മാർക്സ് കിട്ടും. ഫോഴ്സസ് ആക്ടിംഗ് ഓൺ ഗ്രാവിറ്റി ഡാം ഏതെങ്കിലും 4 മേജർ ഫോഴ്സ് എഴുതിയാൽ മതി, 2 മാർക്ക് കിട്ടും. അടുത്തത് സ്റ്റില്ലിംഗ് ബേസിൻ, അതിൻ്റെ ഡെഫിനീഷൻ എഴുതുന്നതിന് 1 മാർക്കാണ്. ടൈപ്പ് 1 ടൈപ്പ് 2ൻ്റെ ഫിഗർ വിത്ത് അതിൻ്റെ പോയിൻറ്റ്സ് എഴുതുന്നതിന് 1.5 മാർക്സാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് 7th ക്വസ്റ്റ്യൻ. സെവൻത്ത് ക്വസ്റ്റ്യനിൽ വരുന്നത് 7th ക്വസ്റ്റ്യൻ്റെ A, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഗാലറി ഇൻ ഗ്രാവിറ്റി ഡാം വിത്ത് ദ. ഓക്കെ, അപ്പോൾ 7th ക്വസ്റ്റ്യൻ്റെ A നമ്മൾ നോക്കി. B എന്ന് പറയുമ്പോൾ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ തിക്നെസ് ഓഫ് ആർച്ച് റിംഗ്. അതേപോലെ അതിൻ്റെ C ക്വസ്റ്റ്യനായിട്ട് വരുന്നത് വാട്ട് ഈസ് മീൻ ബൈ എലിമെൻ്ററി പ്രൊഫൈൽ ഓഫ് എ ഗ്രാവിറ്റി ഡാം. 4 മാർക്കാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ആൻസർ കീയിൽ എന്തൊക്കെയാണ് സ്പ്ലിറ്റപ്പ് വന്നേക്കണം നോക്കാം. എനി 4 ഫങ്ഷൻസ് ഓഫ് ഗ്രാവിറ്റി ഡാം, ഗ്രാവിറ്റി ഡാമിൻ്റെ ഏതെങ്കിലും 4 ഫംഗ്ഷൻ എഴുതിയാൽ 2 മാർക്ക് കിട്ടും. ഡെറിവേഷൻ, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ തിക്നെസ് ഓഫ് ആർച്ച് ഡാം 4 മാർക്കാണ് വരുന്നത്. സ്കെച്ചിന് 2 മാർക്ക്, ഡെറിവേഷൻ 2 മാർക്ക്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ആ ഒരു ആർച്ച് ഡാമിൻ്റെ ഫിഗേഴ്സ് വരയ്ക്കുന്നതിന് 2 മാർക്കും അതിൻ്റെ ഡെറിവേഷൻ സ്റ്റെപ്സ് എഴുതുന്നതിന് 2 മാർക്കും എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇനി അടുത്തത് എലിമെൻ്ററി പ്രൊഫൈൽ ഓഫ് എ ഗ്രാവിറ്റി ഡാം. സ്കെച്ച് ആൻഡ് എക്സ്പ്ലനേഷൻ ഓഫ് എലിമെൻ്ററി പ്രൊഫൈൽ ഓഫ് ഗ്രാവിറ്റി ഡാം 1 മാർക്ക് പ്ലസ് 3 മാർക്ക്. അപ്പോൾ സ്കെച്ച് വരക്കുന്നതിന്, എലിമെൻ്ററി പ്രൊഫൈലിൻ്റെ പടം വരക്കുന്നതിന് 1 മാർക്ക്, അതിൻ്റെ എക്സ്പ്ലനേഷൻ 3 മാർക്ക്. ആ രീതിയിലാണ് നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മളിപ്പോൾ ചെയ്ത പ്രോബ്ലം, സ്റ്റെബിലിറ്റി അനാലിസിസിൻ്റെ പ്രോബ്ലം ഓൾറെഡി നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യനാണ്. അതിൻ്റെ മാർക്കിൻ്റെ സ്പ്ലിറ്റപ്പ് എങ്ങനെയാണെന്ന് കൂടി ജസ്റ്റ് നോക്കിക്കേ. ആ ഫിഗർ വരക്കുന്നതിന് തന്നേക്കുന്ന ഡീറ്റെയിൽ വെച്ച് ഫിഗർ വരക്കുന്നതിന് 1 മാർക്ക്. വാട്ടർ പ്രഷർ ക്യാപിറ്റൽ Pയുടെ ആ ടേം കണ്ടുപിടിക്കുന്നതിന് 1 മാർക്ക്. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച P വാല്യൂ കറക്റ്റ് ഇത് തന്നെയായിരുന്നു. ഇനി അടുത്ത സെൽഫ് വെയിറ്റ് W1 + W2 എന്ന് പറഞ്ഞ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വെയിറ്റ് കണ്ടുപിടിക്കുന്നതിന് 1 മാർക്കാണ്. അതിൻ്റെ ആൻസർ നമുക്ക് കറക്റ്റ് വാല്യൂ തന്നെയാണ് കിട്ടിയേക്കുന്നത്. അടുത്ത അപ്ലിഫ്റ്റ് പ്രഷർ എന്ന് പറയുമ്പോൾ യുടെ വാല്യൂ കണ്ടുപിടിക്കുന്നതിന് 1 മാർക്കാണ്. യു നമുക്ക് കിട്ടിയത് സെയിം ആൻസർ തന്നെയാണ്. അടുത്തത് ഓവർ ടേണിംഗ് മൊമെൻറ്റ് MO
1 മാർക്കാണ് നമുക്ക് കിട്ടിയ ആൻസർ കറക്റ്റ് തന്നെയാണ്. റെസിസ്റ്റിംഗ് മൊമെൻറ്റ് MR 1 മാർക്ക് കൊണ്ട് നമുക്ക് കിട്ടിയേക്കുന്ന ആൻസർ കറക്റ്റ് തന്നെയാണ്. അടുത്തത് ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗെയിൻസ്റ്റ് ഓവർ ടേണിംഗ്. ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗെയിൻസ്റ്റ് ഓവർ ടേണിംഗ് എന്ന് പറയുമ്പോൾ MR/MO ആ റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന 1.42 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ 1.5, അൺസേഫ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗെയിൻസ്റ്റ് സ്ലൈഡിങ്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ ഇക്വേഷൻ ഇടുന്നതിന് 1 മാർക്കാണ്. കിട്ടുന്ന വാല്യൂ 0.91 ആണ്, അൺസേഫ് തന്നെയാണ്. ഇനി അടുത്തത് P മാക്സിമം P മിനിമം ആയിട്ട് ടോ കിട്ടുന്ന വാല്യൂ, P മിനിമം ആയിട്ട് ഹീൽ കിട്ടുന്ന വാല്യൂ, ഇത് രണ്ടും എഴുതുന്നതിന് 1 മാർക്കാണ്. അവസാനം സ്റ്റേറ്റ് വെദർ സേഫ് ഓർ നോട്ട്, അതായത് ഓവറോൾ സ്ട്രക്ചർ സേഫ് ആണോ അൺസേഫ് ആണോ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നതിന് 1 മാർക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് എങ്ങനെയൊക്കെയാണെന്നുള്ള ഒരു ഓവർവ്യൂ ആണ് നോക്കിയത്. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും എങ്ങനെയാണ് നമുക്ക് ഓരോ ആൻസർ എഴുതുന്നതെന്ന്. ഇനി എൻ്റെ ഒരു പേഴ്സണൽ സജഷനിൽ നമ്മൾ എപ്പോഴും ഇപ്പോൾ ഈ റെഗുലർ എക്സാം നമുക്ക് 3 മണിക്കൂറുള്ളൂ, 70 മാർക്കിന് നമുക്ക് അറ്റൻഡ് ചെയ്യാനുണ്ട് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എഴുതാൻ പറ്റിയ സിമ്പിൾ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് എ തന്നെ ആദ്യം അറ്റൻഡ് ചെയ്യുക. പാർട്ട് എ നിങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് അറിയാവുന്നത് മാത്രം എഴുതിയാൽ മതി. പാർട്ട് എയിൽ നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റിയ സമയം 40 മിനിറ്റ്സ് ആണ്. മാക്സിമം 40 മിനിറ്റ്സിൽ നമ്മൾ പാർട്ട് എ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ 40 മിനിറ്റ് കൊണ്ട് നമുക്ക് പാർട്ട് എ എവിടം വരെ എഴുതാൻ പറ്റുന്നു അത്രയും വെച്ചിട്ട് നമ്മൾ നിർത്തുക. അത് കഴിഞ്ഞിട്ട് നേരെ പാർട്ട് ബി തന്നെ അറ്റൻഡ് ചെയ്യുക. പാർട്ട് ബിയിൽ വലുതോ ചെറുതോ ആയിട്ടുള്ള ഏത് ഡിസൈനാണ് ചോദിക്കുന്നതെങ്കിലും 1.5 ഹവേഴ്സ് കൊണ്ട് തീർക്കാൻ നോക്കുക. അതായത് 45 മിനിറ്റ് കൊണ്ട് ഡിസൈനും 45 മിനിറ്റ് കൊണ്ട് ഡ്രോയിങ്ങും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു നോക്കുക. അപ്പോൾ ഏകദേശം നമുക്ക് എവിടം വരെ തീർക്കാൻ പറ്റുന്നു അവിടെ വെച്ച് നിർത്താൻ ഞാൻ പറയുന്നില്ല. 45 മിനിറ്റ്സ് ആയിരിക്കണം നമ്മുടെ ഡിസൈൻ്റെയും ഡ്രോയിങ്ങിൻ്റെയും ടാർഗറ്റ് വരുന്നുണ്ട്. ഇനി ബാലൻസ് ഇത് നമുക്ക് 1.5 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ ബാക്കി സമയം കൊണ്ട് പാർട്ട് സി എഴുതുക. അല്ലെങ്കിൽ നമുക്കിവിടെ എത്ര സമയം പോകുന്നു ബാക്കിയുള്ള സമയത്ത് നമുക്ക് സ്പീഡിൽ പാർട്ട് സി എഴുതാൻ പറ്റും. ഇത് നമ്മൾ ആദ്യം പാർട്ട് ബി എഴുതിയാലുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ഒരു ഹ്യൂമൻ നേച്ചർ അനുസരിച്ച് നമ്മൾ ആദ്യം ആൻസർ ഷീറ്റിൽ എഴുതുന്ന ക്വസ്റ്റ്യൻ, ഇപ്പോൾ എന്താണെങ്കിലും പാർട്ട് ബിയിൽ ഒരു ഡിസൈൻ നമുക്കറിയായിരിക്കും, അത് നമ്മൾ പതുക്കെ വിശാലമായിട്ട് ഫുൾ സ്വിങ്ങിൽ എഴുതി പോകും. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം നമ്മളവിടെ ലാഗ് ചെയ്ത് പോകും. കാരണം എക്സാമിൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ എപ്പോഴും ലാഗിങ് ആയിരിക്കും. നേരെ കുറച്ച് പാർട്ട് എ എഴുതിയാലുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ പാർട്ട് എയുടെ മൊത്തം വെയിറ്റേജ് 30 മാർക്കുണ്ട്. അപ്പോൾ പാർട്ട് ബി എന്ന് പറയുന്ന ഡിസൈൻ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും, അത് പെട്ടെന്ന് എഴുതണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ട് എ നമ്മൾ പെട്ടെന്ന് എഴുതാനുള്ളൊരു ശ്രമമെങ്കിലും നടത്തും ഇനീഷ്യലി. ആ ഒരു സൈക്കോളജി മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പാർട്ട് ബി എഴുതിയാലുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം പാർട്ട് ബി എഴുതി കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ 50 മാർക്സിന് സേഫായിട്ട് എഴുതി വെച്ചു. പക്ഷേ ഇത് നമ്മൾ വിശാലമായിട്ട് 2 ഹവർ എടുത്താണ് എഴുതുന്നതെങ്കിൽ ബാക്കിയുള്ള 1 ഹവർ കൊണ്ട് നമുക്ക് പാർട്ട് എ ഉണ്ട്, പാർട്ട് സി ഉണ്ട്. പക്ഷേ അതിനകത്തുള്ള കുഴപ്പം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇതിൽ നിന്ന്. നമുക്ക് മാർക്ക് 15 മാർക്കിൻ്റെയും 15 മാർക്കിൻ്റെയൊക്കെ ഉള്ളെങ്കിലും സബ് ഡിവിഷൻസ് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുണ്ടാവും. അപ്പോൾ അത് നമുക്ക് വെറുതെ അവസാനം ടെൻഷനാവും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഈ ഒരു പാറ്റേൺ ആണ്. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് പാറ്റേണിലും നിങ്ങൾക്ക് ആൻസർ എഴുതാം. ക്വസ്റ്റ്യൻ നമ്പറും സബ് ക്വസ്റ്റ്യൻ്റെ ABCD എന്ന് പറയുന്ന ആ വാല്യൂ ഒക്കെ ഇടാൻ മറക്കരുത്. യൂണിറ്റ്സ് ഇടാനായിട്ട് വിട്ടുപോകരുത്. ഫിഗേഴ്സ് മാക്സിമം വരച്ച് തന്നെ പോവുക. ഫിഗർ വരയ്ക്കുമ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ പെൻ വെച്ച് തന്നെ വരച്ചു, കുറച്ച് ക്ലാരിറ്റി കിട്ടും. ഇപ്പോൾ ഡ്രോയിങ് ആണെങ്കിലും പെൻ വെച്ച് വരച്ചിട്ട് പോയാൽ കുറച്ച് ക്ലാരിറ്റിയിൽ നമുക്കത് വരക്കാൻ പറ്റും. പിന്നെ പെൻ വെച്ച് വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വട്ടം തെറ്റിയാൽ പിന്നെ നമുക്ക് അടുത്ത പേജിൽ വരക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പെൻസിൽ വെച്ച് ലൈറ്റായിട്ട് ജസ്റ്റ് ഒരു ലൈൻ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഔട്ടർ ലൈൻസ് പെൻസിൽ വെച്ചും അതിൻ്റെ അകത്ത് വരുന്ന റീഡിങ്സും മാർക്കിങ്സും ഒക്കെ ബ്ലൂ പെൻ വെച്ചും പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡോട്ടഡ് ലൈൻസ് ഒക്കെ ഇട്ട് വരക്കത്തില്ലേ. ഇപ്പോൾ ഈ കോൺട്രാക്ഷൻ ട്രാൻസിഷൻ, എക്സ്പാൻഷൻ ട്രാൻസിഷൻ്റെ ഇടയ്ക്ക് നമ്മൾ ഡോട്ടഡ് ആയിട്ട് കൊടുക്കുന്നതൊക്കെ പെൻസിൽ വെച്ചും വരക്കാൻ ശ്രമിക്കും. അപ്പോൾ നമുക്ക് കാണുമ്പോൾ നല്ലൊരു ഇമ്പ്രഷനിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓവറോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ DHSൻ്റെ കംപ്ലീറ്റ് 100 മാർക്കിനുള്ള എല്ലാ കോൺസെപ്റ്റും കാര്യങ്ങളും നമ്മൾ ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, പഠിച്ചിട്ടുണ്ട്. ബാക്കി നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ DHSൻ്റെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഞാൻ ആശംസകൾ നേരുവാണ്. എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതുക, നല്ല മാർക്കോടെ പാസ്സാകാനായിട്ട് നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ആശംസിക്കും. ഓക്കെ, താങ്ക് യു.